നമസ്കാരം, സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റെയിൽവേ ബജറ്റ് നിരാശ തന്നെ ബാക്കി. കേരളത്തിന് പ്രതീക്ഷിക്കാൻ പുതിയ 3 ട്രെയിനുകൾ മാത്രം. കണ്ണൂർ കളക്ടർ MG രാജമാണിക്യത്തിനടക്കം 6 കളക്ടർമാർക്ക് സ്ഥലം മാറ്റം. രാജമാണിക്യത്തിന്റെ സ്ഥലം മാറ്റം ചാർജ് എടുത്ത് 2 മാസത്തിനിടെ. ബാലകിരൺ ഇനി കണ്ണൂർ കളക്ടർ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. കാർഷിക പുരോഗതിക്കായി 40% തുകയും നീക്കിവച്ചു. കർഷകർക്ക് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കാൻ ഗതാഗത സൗകര്യം ഉൾപ്പെടെ ഒരുക്കാൻ മുന്തിയ പരിഗണന. കണ്ണൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ. LDF നേതൃത്വത്തിൽ നഗരസഭാ ഉപരോധം. വിശദമായ വാർത്തകളിലേക്ക്. റെയിൽവേ ബജറ്റ് ഇക്കുറിയും സംസ്ഥാനത്തിന് നിരാശ തന്നെ ബാക്കി. റെയിൽവേ മേഖലയിൽ വികസനം അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി മല്ലികാർജ്ജുൻ ഖാർഗെ റെയിൽവേ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു പറഞ്ഞത് ശ്രദ്ധേയമായി. പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. തിരുവനന്തപുരം ബാംഗ്ലൂർ പ്രീമിയം ട്രെയിനും തിരുവനന്തപുരം ഡൽഹി നിസാമുദ്ദീൻ ട്രെയിനും പ്രഖ്യാപിച്ചു. ഈ 2 ട്രെയിനുകളും ആഴ്ചയിൽ 2 സർവീസുകൾ നടത്തും. ഒരു സർവീസ് കോട്ടയം വഴിയും മറ്റേത് ആലപ്പുഴ വഴിയുമാണ്. കന്യാകുമാരി പുനലൂർ പ്രതിദിന പാസഞ്ചറും കേരളത്തിന് അനുവദിച്ചു. തിരുവനന്തപുരം നഗ്രി പുതുച്ചേരി പാതയ്ക്ക് സർവേ നടത്തും. 2702 കിലോമീറ്റർ ദൂരം പുതിയ പാതകൾ പൂർത്തീകരിച്ചതായി മന്ത്രി പറഞ്ഞു. 17 പ്രീമിയം ട്രെയിനുകളും 38 എക്സ്പ്രസ് ട്രെയിനുകളും 10 പാസഞ്ചറുകളും അനുവദിച്ചു. 4 മെമു സർവീസുകളും 3 ഡെമു സർവീസുകളും പ്രഖ്യാപിച്ചു. 19 പുതിയ പാതകൾക്ക് സർവേ അനുവദിച്ചു. 5 പാതകൾ ഇരട്ടിപ്പിക്കും. 3 പാതകൾ നീട്ടും. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരും. യാത്രാ നിരക്കിൽ മാറ്റമില്ല. ടിക്കറ്റ് നിരക്ക് ഇനി ഇന്ധന ചെലവിനനുസരിച്ചായിരിക്കും. കാറ്ററിംഗ് യൂണിറ്റുകളിൽ പ്ലാസ്റ്റിക് നിരോധിക്കും. തിരക്കിനനുസരിച്ച് പ്രീമിയം ട്രെയിനുകളിൽ നിരക്കുമാറ്റമുണ്ടാവും. റെയിൽവേ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകും. 10 വർഷത്തേക്ക് പുതിയ സുരക്ഷാ പദ്ധതി നടപ്പാക്കും. ന്യൂസ് ഡെസ്ക്. കണ്ണൂരടക്കം 6 ജില്ലകളിലെ കളക്ടർമാർക്ക് സ്ഥലം മാറ്റം. MG രാജമാണിക്യത്തിനു പകരം ബാലകിരൺ പുതിയ കളക്ടറായി ജില്ലയിൽ ചാർജ് എടുക്കും. കണ്ണൂർ, വയനാട്, എറണാകുളം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് സ്ഥലം മാറ്റം നടന്നത്. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സ്ഥലം മാറ്റ തീരുമാനം കൈക്കൊണ്ടത്. വയനാട് ജില്ലാ കളക്ടറായി കേശവേന്ദ്ര കുമാർ, തിരുവനന്തപുരം ജില്ലാ കളക്ടറായി ബിജു ഭാസ്കർ എന്നിവരെ നിയമിച്ചു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കളക്ടർമാരെ പരസ്പരം 2 ജില്ലകളിലേക്കും മാറ്റി. എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന ഷെയ്ഖ് പരീദിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാക്കി. പകരം കണ്ണൂർ ജില്ലാ കളക്ടറായ MG രാജമാണിക്യത്തെ എറണാകുളം കളക്ടറായി നിയമിച്ചു. കണ്ണൂരിൽ ചുമതലയേറ്റ് 2 മാസം തികയുന്നതിനിടെയാണ് രാജമാണിക്യത്തിന്റെ സ്ഥലമാറ്റം. കഴിഞ്ഞ ഡിസംബർ 15-നാണ് രത്തൻ ഖേൽക്കർക്ക് പകരം രാജമാണിക്യം ചുമതലയേറ്റത്. ജില്ലയിലെ മണൽവാരൽ നിരോധനം നീക്കിയതിന് ചുക്കാൻ പിടിക്കാനും ദേശീയപാത റോഡ് വീതി കൂട്ടലിനുമടക്കം കണ്ണൂരിൽ വികസനത്തിനായി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ടു നീങ്ങുന്നതിനിടെയാണ് പെട്ടെന്നുള്ള ഈ സ്ഥലംമാറ്റം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാർഷിക പുരോഗതിക്ക് ഊന്നൽ നൽകി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 40% തുകയും കാർഷിക പുരോഗതിക്കായി മാറ്റിവെച്ചു. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിന് 25 ലക്ഷം രൂപ വകയിരുത്തി. തളിപ്പറമ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AG തങ്കമണിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാലിത്തീറ്റ സബ്സിഡി, പശുക്കളെ വാങ്ങുന്നതിനുള്ള സബ്സിഡി എന്നിവയ്ക്കായി 50 ലക്ഷം രൂപ നീക്കിവച്ചു. കുരുമുളക്, ചേന, ചേമ്പ് തുടങ്ങിയ കൃഷികളുടെ വികസനത്തിനായി 12 ലക്ഷം വകയിരുത്തി. മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി തൊഴിലുറപ്പ് പദ്ധതിയിൽ 15 കോടി രൂപയാണ് വിഭാവന ചെയ്യുന്നത്. ആലക്കോട്, പരിയാരം, കുറുമാത്തൂർ, ധർമ്മശാല വ്യവസായ എസ്റ്റേറ്റുകളുടെ വികസനത്തിനായി 49 ലക്ഷം രൂപ നീക്കിവച്ചു. തളിപ്പറമ്പ് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അവഗണിക്കാൻ പറ്റാത്ത മേഖലയാണ് വ്യവസായ മേഖല. നേരത്തെയുള്ള ഭരണസമിതികൾ ഇതിൽ താൽപര്യം കാണിച്ചത് കാരണം ആലക്കോട്, പരിയാരം, കുറുമാത്തൂർ, ധർമ്മശാല എന്നിവിടങ്ങളിൽ വ്യവസായ എസ്റ്റേറ്റുകളുണ്ട്. ഈ എസ്റ്റേറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഏകദേശം 200ഓളം കുടുംബങ്ങൾ അടങ്ങിയ സംരംഭകർ ഇതിന്റെ ഗുണഭോക്താക്കളായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് എത്ര ഫണ്ട് ചെലവാക്കിയാലും അധികം പറ്റാവില്ല. അതുകൊണ്ട് 49 ലക്ഷം രൂപ വ്യവസായ വികസനത്തിനായി നീക്കിവച്ചിട്ടുണ്ട്. വൃദ്ധരുടെയും അശരണരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി 15 ലക്ഷം രൂപ മാറ്റി. 15 ലക്ഷം രൂപ പാലിയേറ്റീവ് കെയർ യൂണിറ്റിനായും മാറ്റിവെച്ചു. കർഷകർക്ക് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കാൻ ഗതാഗത സൗകര്യം ഉൾപ്പെടെ ഒരുക്കാൻ 1,71,16,800 രൂപ വകയിരുത്തി.
40,78,49,936 രൂപ വരവും 41,30,08,000 രൂപ ചെലവും വരുന്ന ബജറ്റാണിത്. പ്രാരംഭ ബാക്കി 63,28,064 രൂപ, മിച്ചം 11,70,000 രൂപ. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് പാർട്ടി ഓഫീസ് കൊലപാതക കേന്ദ്രമായി മാറിയതെന്നും ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിയാനാവില്ലെന്നും ടി.വി. രാജേഷ് എം.എൽ.എ. പറഞ്ഞു. സംഭവത്തിൽ സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും രാജേഷ് ശ്രീകണ്ഠപുരത്ത് പറഞ്ഞു. രാധയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ഈ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി ഓഫീസ് ജീവനക്കാരി സ്വന്തം പാർട്ടിക്കാരുടെ കൈകളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയും വിദ്യുച്ഛക്തി മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായ ബിജുവും അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്ന് പാർട്ടി ഓഫീസിൽ വെച്ച് അവരെ ക്രൂരമായി കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി വിജനമായൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചത്. ഇത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അപമാനകരമായ ഒന്നാണ്. ഇത് സംബന്ധിച്ച് കേരളത്തിലെ പോലീസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ തയ്യാറായുള്ളതായി. കൊലയ്ക്ക് പിന്നിലുള്ള ഉന്നതരെക്കുറിച്ചും അന്വേഷണം വേണം. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. മൃഗസംരക്ഷണ വകുപ്പ് ഈ മാസം 15 മുതൽ ആരംഭിക്കുന്ന കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പിൽ നിന്ന് വെറ്റിനറി ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്ന് കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ. തിരുത്തലുകളൊന്നുമില്ലാതെ പഴയ രീതിയിലുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് തന്നെ ഈ ഘട്ടത്തിലും തുടരാൻ സർക്കാർ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് നിസ്സഹകരണ സമരമെന്ന് KGBOA ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 15 തവണകളായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരളം മുഴുവൻ പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടും വ്യാപകമായി ഇപ്പോഴും കുളമ്പ് രോഗം പടർന്നു പിടിക്കുന്നു. ഇതിന്റെ കാരണങ്ങൾ പഠനവിധേയമാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. വെറ്റിനറി ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ ജനുവരി 15 മുതൽ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുകയാണ്. ഈ മാസം 1-ന് സൂചനാ പണിമുടക്ക് നടത്തിയെങ്കിലും നിസ്സഹകരണ സമരം ഒത്തുതീർക്കുവാൻ സർക്കാർ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാർച്ച് 1 മുതൽ 14 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സത്യാഗ്രഹവും മാർച്ച് 15-ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചും 16 മുതൽ മൃഗാശുപത്രിയിലെ OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ഗിരീഷ് ബാബു, ഡോക്ടർ D. സുനിൽകുമാർ, ഡോക്ടർ B2 ജോസഫ്, ഡോക്ടർ രമേശ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അത്യാവശ്യ സൌകര്യങ്ങൾ ഒരുക്കാതെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനം മാങ്ങാട്ടുപറമ്പിൽ നിന്ന് താവക്കരയിലേക്ക് മാറ്റുന്നതിൽ വ്യാപക പ്രതിഷേധം. കണ്ണൂർ സർവകലാശാല ആസ്ഥാനം ഭാഗികമായി താവക്കരയിലേക്ക് മാറ്റുന്നതിനെതിരെ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിൽ സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു. TV. രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഒടുക്കത്ത ധൃതി എന്തിനാണ്? ഇതാണ് ചോദ്യം. ഈ ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ, ആർക്കെങ്കിലും പുതിയ നേട്ടങ്ങൾ ആരുടെയെങ്കിലും മേൽവിലാസത്തിൽ ചെലുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ സിൻഡിക്കേറ്റ് ഇത്തരത്തിലുള്ള ഒരു ധൃതി കാണിക്കുന്നത്? ഇത് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയുന്നത്? സർവകലാശാലയുടെ ആസ്ഥാനം മാറ്റുകയാണ്. ഫയലുകളൊക്കെ ചാക്കിൽ കെട്ടി കൊണ്ടുപോവുകയാണ്. നിലമ്പൂർ മോഡൽ ചാക്കിൽ കെട്ടി കണ്ണൂരിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചുപേർ അവിടെ പോയാൽ മതി, കുറച്ചുപേർ ഇവിടെ വരണം. ഇതെന്ത് യൂണിവേഴ്സിറ്റിയാണ്? നായ്ക്കുറുക്കർ എന്ന് പറയുന്ന ഒരു വണ്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിലുണ്ട്, മറ്റന്നൂരിലൊക്കെ അങ്ങനെ പറയാം. ജീപ്പും അല്ല, ലോറിയല്ല. പുറകിൽ നോക്കിയാൽ ലോറി, മുന്നിൽ നോക്കിയാൽ ജീപ്പ്. അതുപോലെയാണോ നമ്മുടെ യൂണിവേഴ്സിറ്റി? അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെയാണ് സർവകലാശാല ആസ്ഥാനം മാങ്ങാട്ടുപറമ്പിൽ നിന്ന് താവക്കരയിലേക്ക് മാറ്റുന്നതെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വൈദ്യുതിയോ കുടിവെള്ളമോ ക്യാന്റീനോ ഇല്ല. ടെലിഫോൺ, ഇന്റർനെറ്റ് സൌകര്യവുമില്ല. 1-ാം നില മാത്രം പണി പൂർത്തിയായിരിക്കുന്നു. താഴത്തെ നിലയുടെ പണി പാതി വഴിയിലാണ്. ധൃതി പിടിച്ച് സർവകലാശാല ആസ്ഥാനം മാറ്റുന്നതിനെതിരെ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർമ്മശാലയിൽ നിന്ന് പ്രകടനമായി പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുകയായിരുന്നു. SFI ജില്ലാ പ്രസിഡന്റ് പ്രശോഭ് അധ്യക്ഷനായി. കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജർ, M. വിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി.
NGO യൂണിയൻ കണ്ണൂർ ഏരിയ സമ്മേളനം നടന്നു. കണ്ണൂർ TK ബാലൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VC മാത്യു ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് സങ്കീർണമായ പ്രശ്നങ്ങളെ ഒന്ന് അവലോകനം ചെയ്യുകയും അത് പരിശോധിച്ചുകൊണ്ട് തുടർന്ന് പ്രക്ഷോഭങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് NGO പോലുള്ള സർവീസ് സംഘടനയ്ക്ക് പരമപ്രധാനം തന്നെ. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി PP സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭ ഉപരോധിച്ചു. CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഭരണം കോൺഗ്രസിന്റെ കയ്യിലാണ്. കണ്ണൂരിന്റെ MLAയും MPയും കോൺഗ്രസുകാരാണ്. എന്നിട്ടും നഗരത്തിലെ റോഡുകൾ ഈ അവസ്ഥയിലായതിന് ഇവർ ജനങ്ങളോട് മറുപടി പറയണമെന്ന് P ജയരാജൻ പറഞ്ഞു. ഇവിടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എഞ്ചിനീയറിംഗ് വകുപ്പുണ്ട്. ആ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടമുള്ള മുനിസിപ്പൽ ഭരണമുണ്ട്. എന്താ ഇവർ ചെയ്യുന്നത്? ഇവർക്ക് എന്താണ് പണി? നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പൊടി തിന്നുന്ന അവസരത്തിൽ അതിൽ നിന്നും ആശ്വാസം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്നവർക്കില്ലേ? ഇവിടെ മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും മാത്രമല്ല മറുപടി പറയേണ്ടത്. ഈ വൈസ് ചെയർമാനെയും ചെയർമാനെയും നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമുണ്ടല്ലോ, അവരും ജനങ്ങളോട് മറുപടി പറയണം. ഈ ആവശ്യമുന്നയിച്ച നിവേദനങ്ങളും സമരങ്ങളും ഒരുപാട് നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. അതിനെ തുടർന്നാണ് നഗരസഭാ ഓഫീസ് ഉപരോധവുമായി LDF മുന്നോട്ടു പോകുന്നത്. വെള്ളോറ രാജൻ അധ്യക്ഷനായി. M പ്രകാശൻ, T രാമകൃഷ്ണൻ, M രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മൊറാട ഹയർ സെക്കൻഡറി സ്കൂളിലെ 18 കുട്ടികൾക്കും 3 അധ്യാപകർക്കും ഭക്ഷ്യവിഷബാധ. സ്കൂൾ ക്യാന്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഭക്ഷ്യവിഷബാധയേറ്റവർ പാപ്പിനിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി. ചോറും ചെമ്മീൻ കറിയും കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത്. ചോറിച്ച് ക്ലാസ്സിൽ പരീക്ഷ ചെയ്യുമ്പം എല്ലാവരും ഛർദ്ദിക്കാൻ തുടങ്ങി. 10 രൂപ ഉണ്ടായിരുന്നു. അത്രയും ചോറും ചെമ്മീൻ കറി ഉണ്ട്. ഞാൻ കൂട്ടിയില്ല. എല്ലാരും ഛർദ്ദിക്കാൻ തുടങ്ങി. എനിക്ക് സ്കൂളിൽ നിന്നത്തേക്ക് കൊണ്ടുവന്നു കഴിച്ചിന്. പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടൊന്നുമില്ല. മൊത്തം 10-20 ആളുണ്ടായിരുന്നു. ഛർദിയാ 2-3 പ്രാവശ്യം ഛർദിച്ചു. അധ്യാപകരായ ധനേഷ്, ഷൈജു, പ്രേമൻ എന്നിവർക്കും വിഷബാധയേറ്റു. വൈകിട്ടോടെ എല്ലാവരും ആശുപത്രി വിട്ടു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ നടത്തുന്ന അവകാശ സംരക്ഷണ ഐക്യ സന്ദേശയാത്ര 25 വരെ സംസ്ഥാനത്ത് പര്യടനം നടത്തും. കാസർഗോഡ് നിന്നും തുടങ്ങി തിരുവനന്തപുരത്ത് 26 സമാപിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന് മുന്നിൽ ധർണയും നടത്തും. റവന്യൂ വകുപ്പ് ജീവനക്കാർക്ക് 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ നിന്നും ഭരണപരിഷ്കരണത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് തുല്യമായി സേവന വേതന വ്യവസ്ഥകൾ അനുവദിച്ചു നൽകണമെന്നതുൾപ്പെടെ 21 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് യാത്ര നടത്തുന്നത്. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KR രവീന്ദ്രൻ യാത്ര നയിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MK കൃഷ്ണൻ നമ്പൂതിരി, KR രവീന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി MG ആന്റണി, ജില്ലാ സെക്രട്ടറി M വിജേഷ്, KK ജയദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ യുവജനങ്ങൾക്കായി ദ്വിദിന സെമിനാർ സംഘടിപ്പിച്ചു. വിദേശ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി കില, ODEPC എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെമിനാർ കോഴിക്കോട് ലേബർ കമ്മീഷണർ K ശ്രീശൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ KTDC ടാമറിൻ ഹോട്ടലിൽ നടന്ന സെമിനാറിൽ വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസ് എടുത്തു. ജില്ലാ ലേബർ ഓഫീസർ ബേബി കാസ്ട്രോ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ OV വത്സൻ, K രമാവതി, SS സാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തൊഴിലുറപ്പ് തൊഴിലാളികൾ സർക്കാർ ഓഫീസ് ഉപരോധിച്ചു. 100 കണക്കിന് സ്ത്രീകളടക്കം ചേർന്നാണ് ഓഫീസുകൾ ഉപരോധിച്ചത്. തളിപ്പറമ്പിൽ തൊഴിലാളികൾ BSNL ഓഫീസ് ഉപരോധിച്ചു. കുടിശ്ശിക വിതരണം ചെയ്യുക, കൂലി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് S രാജേന്ദ്രൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. K നാരായണൻ അധ്യക്ഷത വഹിച്ചു. K സന്തോഷ്, VP പവിത്രൻ, BV നളിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീകണ്ഠപുരം സബ് ട്രഷറി ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തി. CPM ഏരിയ സെക്രട്ടറി PV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മിനിമം കൂലിയെങ്കിലും
ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ലഭിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ യൂണിയൻ സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ 180 എന്നുള്ളത് ചുരുങ്ങിയത് 320 രൂപയെങ്കിലും ഒരു ദിവസത്തെ വരുമാനം എന്നുള്ള നിലയിൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾക്കാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തീരുമാനമെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ജോലി സമയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ആ സമയം കൃത്യത വരുത്തുന്നതിനും ഏകീകരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സമീപനം അതും അടിയന്തരമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാവും. MK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്, മയിൽ, ശ്രീകണ്ഠാപുരം. സേലം രക്തസാക്ഷികളുടെ 64ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. OP അനന്തൻ മാസ്റ്റർ അനുസ്മരണവും നടന്നു. CPM നേതൃത്വത്തിൽ കാഞ്ഞിലേരിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സേലം രക്തസാക്ഷികൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ചുവപ്പ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രകടനവും നടന്നു. CPM ലോക്കൽ സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PV ഗോപിനാഥ്, അഡ്വക്കേറ്റ് MC രാഘവൻ, P. മാധവൻ, VC രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. KSTU റവന്യൂ ജില്ലാ സമ്മേളനം കണ്ണൂർ ശിക്ഷക് സദനിൽ നടക്കും. ഫെബ്രുവരി 15, 16 തീയതികളിലായി നടക്കുന്ന സമ്മേളനം KM ഷാജി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൾ ഖാദർ മൌലവി പ്രതിഭകളെ ആദരിക്കും. KSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സൈനുദ്ദീൻ പ്രമേയം വിശദീകരിക്കും. തുടർന്ന് നടക്കുന്ന വനിതാ സംഗമം നഗരസഭാധ്യക്ഷ റോഷ്നി ഖാലിദും വിദ്യാഭ്യാസ സെമിനാർ കൃഷിമന്ത്രി KP മോഹനും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KSTU ജില്ലാ ജനറൽ സെക്രട്ടറി KVT മുസ്തഫ, പ്രസിഡന്റ് NA ഇസ്മയിൽ, സംസ്ഥാന സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി, TP അബ്ദുള്ള, PK അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ KSEBയുടെ ഭൂഗർഭ കേബിൾ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. പുളിമ്പറമ്പ് സബ്സ്റ്റേഷനിൽ നിന്നും കരിമ്പത്തേക്കുള്ള KSEB കേബിൾ പ്രവൃത്തിയാണ് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത്. റോഡിൽ 120 സെന്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്താണ് കേബിൾ ഇടേണ്ടത്. എന്നാൽ ഇവിടെ 60 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രമാണ് കുഴിയെടുത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു. കൂടാതെ കപ്പാലത്തിന്റെ മുകളിലൂടെ 440 വാട്ട്സ് ശക്തിയോടെ വൈദ്യുതി പ്രവഹിക്കുന്ന കേബിൾ ഇട്ടതും പ്രതിഷേധത്തിനിടയാക്കി. റോഡാണെങ്കിൽ മുഴുവനും തകരുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ജനങ്ങൾ രോഷാകുലരായത്. KSEB സബ് എഞ്ചിനീയറും കരാറുകാരനും സ്ഥലത്തെത്തി ചർച്ച ചെയ്താണ് പ്രശ്നം പരിഹരിച്ചത്. പ്രസരണ നഷ്ടം ഒഴിവാക്കാനാണ് KSEB ഭൂഗർഭ കേബിൾ വലിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഗ്രാമോത്സവത്തിന് 14-ന് തുടക്കമാകും. കുടുംബശ്രീ ഉൽപ്പന്ന പ്രദർശനം, അംഗനവാടി നഴ്സറി സ്കൂൾ കലോത്സവം, കാർഷിക പുഷ്പഫല പ്രദർശനം തുടങ്ങിയവ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടക്കും. വിജയകരമായിട്ട് നടത്തുവാൻ വേണ്ടി പഞ്ചായത്ത് കൌൺസിൽ തീരുമാനിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കുടുംബശ്രീ ബാലസഭ കലാകായിക മത്സരങ്ങൾ, വിവിധ സ്ഥാപനങ്ങളുടെ പ്രദർശന വിപണന സ്റ്റാളുകൾ, കലാ സാംസ്കാരിക പരിപാടികൾ, സാംസ്കാരിക ഘോഷയാത്ര എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് C. റീന, T. വേണുഗോപാലൻ, VV പവിത്രൻ, പഞ്ചായത്ത് സെക്രട്ടറി MT ഗോപി, കോട്ടൂർ ഉത്തമൻ, OP ദിനേശൻ, K. പുഷ്പജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. തളിപ്പറമ്പ് 7-ാം മൈലിൽ പെട്രോൾ പമ്പിന് സമീപം ആക്രിക്കടയിൽ മോഷണം. ചെമ്പുപാത്രങ്ങളടക്കം കവർന്നു. 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. രാത്രി ഓടുനീക്കിയായിരുന്നു കവർച്ച. സംഭവിച്ചത് 2 ആഴ്ച മുമ്പേ ഇവിടുന്ന് ആദ്യം 2 ഡോർ തച്ചു വിളിച്ചേന്. അതിനുശേഷം കുട്ടികളങ്ങ് ഒഴിവാക്കി. 2 കൂട്ടാണ് താമസിച്ചത്. അതങ്ങ് ഒഴിവാക്കി. കുട്ടികൾക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ട് കേസ് എടുക്കാണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കിയതാണ്. ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ കോലത്ത് കണ്ടത്. ഇന്ന് രാവിലെ 8:30. എന്നാലും ഇത് തുറന്ന ഉള്ളി താമസത്തിനായില്ലല്ലോ. ബാക്കി അങ്ങ് പോയാക്കുമ്പോൾ കാണുന്ന ഇത് പൊടിച്ച് താഴേക്ക് വന്നത്. പോലീസ് പറഞ്ഞപ്പെട്ടു 20,000 രൂപ ഉണ്ടാവും. ചെമ്പും വെച്ചളെ, വെയിൻറ്റിങ് കോപ്പറും ഈ ടാപ്പിൻ്റെ വെച്ചളെ. പൈസ ഇല്ല. 1000 രൂപ പുറത്തിറക്കാൻ അവർക്ക് കഴിയില്ല. തളിപ്പറമ്പ് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. റവല്യൂഷണറി യൂത്ത് ഫ്രണ്ട് നേതൃത്വ ക്യാമ്പ് കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ നടക്കും. ഫെബ്രുവരി 13, 14, 15 തീയതികളിലായി നടക്കുന്ന ക്യാമ്പ് KC ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. RDFന്റെ സംസ്ഥാന നേതൃത്വമാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ
സാമൂഹിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അവധാനതയിലുള്ള ചർച്ചയും പൊതുവിൽ യുവജനങ്ങൾ സ്വീകരിക്കേണ്ട മര്യാദാപൂർവമായ സമരരീതികളെ സംബന്ധിച്ചുള്ള അവലോകനവും അത്തരത്തിൽ കൃത്യമായ അവലോകനത്തിൽ കൂടി പുതിയ സമരരീതികളെ സംബന്ധിച്ചും നിലവിലുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട ശരിയായ മാർഗങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള ഒരു പരിശോധനയാണ് ഈ ക്യാമ്പിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ UDF സർക്കാരിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ് നേതൃത്വ ക്യാമ്പിന്റെ ലക്ഷ്യം. മാർച്ചിൽ ഡൽഹിയിൽ ചേരുന്ന RYF ദേശീയ സമ്മേളനത്തിനായി കേരളത്തിൽ നിന്നും 75 പ്രതിനിധികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ RYF സംസ്ഥാന സെക്രട്ടറി CP സുധീഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP നിസാർ, പൂവച്ചൽ നാസർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ദേശീയപാതയിൽ 7-ാം മൈലിൽ വീണ്ടും വാഹനാപകടം. പോലീസ് ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. ബുധനാഴ്ച 1:30 മണിയോടെയാണ് സംഭവം. KL 01 DL 6091 നമ്പർ ബസ്സാണ് ബൈക്ക് യാത്രികനെ ഇടിച്ചത്. ബൈക്ക് യാത്രക്കാരൻ കൂത്തുപറമ്പിലെ ഹർഷാദിന് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. LIC ഏജന്റുമാർ ഈ മാസം 14-ന് രാജ്യവ്യാപകമായി പണിമുടക്കും. LIC മാനേജ്മെന്റും IRDAയും സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളെ തുടർന്നാണ് പണിമുടക്ക് നടത്തുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സമരം. വർദ്ധിപ്പിച്ച മിനിമം ബിസിനസ് ഗ്യാരണ്ടി പിൻവലിക്കുക, LIC പോളിസിമേൽ ഏർപ്പെടുത്തിയ സർവീസ് ടാക്സ് പിൻവലിക്കുക, പോളിസിയിൽ ചേരാനുള്ള പ്രായം നിജപ്പെടുത്തിയത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാജ്യവ്യാപകമായി ഏജന്റുമാർ പണിമുടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഫെഡറേഷൻ ഡിവിഷണൽ ജനറൽ സെക്രട്ടറി CN ഗിരീശൻ, ജില്ലാ പ്രസിഡന്റ് CN സുധീന്ദ്രൻ, PK വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് മാവിച്ചേരി കാലിപ്പൊയിൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനം. ബുധനാഴ്ച പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം കെട്ടിയാടി. എട്ടിന് പയംകുറ്റിയോടെയാണ് ഉത്സവം തുടങ്ങിയത്. 9-ന് ഉച്ചയ്ക്ക് പയംകുറ്റി വെള്ളാട്ടം കെട്ടിയാടി. 10-ന് കാഴ്ചവരവ് ഉണ്ടായി. ഗാനമേളയും നൃത്തനൃത്യങ്ങളും നടന്നു. ബുധനാഴ്ച പുലർച്ചെ ഗുളികൻ കെട്ടിയാടി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പാപ്പിനിശ്ശേരി പാട്ടയത്ത് പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ടം 13, 14 തീയതികളിൽ നടക്കും. വടക്കുഭാഗം അടിയറ ആഘോഷം 14 വരെ നീളും. ഉത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കരിക്കൻകുളത്തിന് സമീപത്ത് നിന്നും തുടങ്ങിയ ഘോഷയാത്രയ്ക്ക് ചെണ്ടമേളം, മുത്തുകുടകൾ, താലപ്പൊലി എന്നിവ അകമ്പടിയായി. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. വളപട്ടണം പഞ്ചായത്ത് ഫ്ലഡ് ഗ്രൌണ്ടിൽ തിങ്ങിനിറഞ്ഞ കാണികൾ സാക്ഷി. വാശിയേറിയ മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് FC കൊണ്ടോട്ടി KFC കാളിക്കാവിനെ തുരത്തി. കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന മലപ്പുറത്തെ 2 തുല്യശക്തികൾ തമ്മിൽ നടന്ന മത്സരം കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു.
സംസ്ഥാന യൂണിവേഴ്സിറ്റി താരങ്ങളടക്കം ടീമുകൾക്കായി ജേഴ്സി അണിഞ്ഞു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ FC കൊണ്ടോട്ടിയുടെ ഐവറി കോസ്റ്റ് താരം 10-ാം നമ്പർ ആന്റണിയാണ് നിർണായക ഗോൾ നേടിയത്. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. ഷട്ടിൽ ഷൂട്ടേഴ്സ് മുണ്ടേരിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന രണ്ടാമത് ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ മിന്നൽ അരയമ്പേത്ത് ചാമ്പ്യന്മാരായി. ചബാട്ടൻ കണ്ണാടിപ്പറമ്പിനെ തുടർച്ചയായ 2 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു വിജയം. സ്കോർ 15-7, 15-3. ടൂർണമെന്റിന്റെ ബെസ്റ്റ് പ്ലെയറായി പ്രജുവിനെ തെരഞ്ഞെടുത്തു. ടൂർണമെന്റിൽ ആഷ്ലിംഗ് മയിൽ KSTF കാഞ്ഞിരോടിനെ തുടർച്ചയായ 2 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി 3-ാം സ്ഥാനം കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കാണാൻ ചെറിയൊരു പച്ചിലപ്പാമ്പ്, വിഴുങ്ങാൻ നോക്കിയതോ വലിയൊരു പക്ഷിയെയും. കൊക്കിലൊതുങ്ങുന്നത് കൊത്താവൂ എന്ന് കേട്ടിട്ടില്ലേ? ഇനി കാഴ്ചയിലേക്ക്. സ്ഥലം കാഞ്ഞിരങ്ങാട്ടെ ഒരു വീട്ടുപറമ്പ്. പറമ്പിൽ വലിയൊരു പക്ഷിയുടെ കരച്ചിലും ചിറകടിയും. ക്യാമറ മെല്ലെ മിഴി തുറക്കുകയായി. പച്ചിലപ്പാമ്പ് മെല്ലെ മെല്ലെ ഇരയെ വിഴുങ്ങാൻ തുടങ്ങുകയായി. പാമ്പിന്റെ വായിൽ പക്ഷിയുടെ ചിറകടിയും കരച്ചിലും. അരമണിക്കൂർ കടന്നുപോയി. ഇരയെ വിഴുങ്ങാൻ പാമ്പിനു കഴിഞ്ഞില്ല. ചത്ത പക്ഷിയെ പുറത്തേക്കു തുപ്പി തല താഴ്ത്തി മടങ്ങുകയായി പച്ചോലപ്പാമ്പ്. ന്യൂസ് ഡെസ്ക്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ ബജറ്റ് നിരാശ തന്നെ ബാക്കി. കേരളത്തിന് പ്രതീക്ഷിക്കാൻ പുതിയ 3 ട്രെയിനുകൾ മാത്രം. കണ്ണൂർ കളക്ടർ MG രാജമാണിക്യത്തിനടക്കം 6 കളക്ടർമാർക്ക് സ്ഥലം മാറ്റം. രാജമാണിക്യത്തിന്റെ സ്ഥലം മാറ്റം ചാർജ് എടുത്ത് 2 മാസത്തിനിടെ. ബാലകിരൺ ഇനി കണ്ണൂർ കളക്ടർ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. കാർഷിക പുരോഗതിക്കായി 40% തുകയും നീക്കിവച്ചു. കർഷകർക്ക് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കാൻ ഗതാഗത സൗകര്യം ഉൾപ്പെടെ ഒരുക്കാൻ മുന്തിയ പരിഗണന. കണ്ണൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ. LDF നേതൃത്വത്തിൽ നഗരസഭാ ഉപരോധം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.